തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ പിടിയിലായി. ദേവസ്വം സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെ 9 പേരെ മൂന്നാറിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. നേരത്തെ 4 പേരെ റിമാൻഡ് ചെയ്തിരുന്നു. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഈ തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് ഈ കേസിൽ ഈ സ്ഫോടനത്തിന് കാരണക്കാരായി എന്ന് പോലീസ് കരുതുന്ന 9 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം സെക്രട്ടറി എന്നിവരുൾപ്പെടെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മൂന്നാറിൽ നിന്നാണ് പോലീസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം ഈ 9 പേരും ഒളിവിൽ പോയിരുന്നു. ഒരുമിച്ചാണ് ഇവർ ഒളിവിൽ പോയത്. മൂന്നാർ ഭാഗത്തേക്കാണ് ഇവർ ഒളിവിൽ പോയത് എന്ന ചില വിവരങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇവരെ ഇപ്പോൾ മൂന്നാറിൽ നിന്നും ഈ 9 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഈ വെടിക്കോപ്പുകൾ പോലീസിന്റെ അനുമതി ഇല്ലാതിരുന്നിട്ടും അമ്പലപ്പറമ്പിലും മറ്റിടങ്ങളിലുമായി കൂട്ടിയതിൽ, അത് സ്വരൂപിച്ചു കൂട്ടിയതിൽ ഈ അമ്പല കമ്മിറ്റിക്ക്, ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ് പോലീസിന്റെ നിഗമനം. ഇക്കാര്യത്തിലടക്കം ഇനി പരിശോധന നടത്തേണ്ടതുണ്ട്. ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതാണ്ട് 2 പേരുടെ മരണത്തിനും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ സംഭവമായിരുന്നു അത്. ഒട്ടനവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഏതാണ്ട് 10-12 വീടുകളിൽ കയറി താമസത്തിന് പോലും കൊള്ളാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആ വീടുകൾ തന്നെ ഉള്ളത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചിലർ അറസ്റ്റിലായിരുന്നു. 4 പേർ അറസ്റ്റിലാവുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അവരുടെ കൂട്ടത്തിലേക്ക് 9 പേർ കൂടി എത്തുന്നു എന്നുള്ളതാണ് വാർത്ത. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.